നമസ്കാരം. എന്തെല്ലാം കളി കളിക്കണം വീണ മോളെ രക്ഷിക്കാൻ? മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടാകുന്നു. ഖജനാവിൽ നിന്ന് ഇതുവരെ പൊട്ടിച്ച കണക്കുകളെന്ന് പറഞ്ഞാൽ വക്കീൽ ഫീസ് 82.5 ലക്ഷം രൂപ KSDC അടയ്ക്കുന്നു. കിളി പോവുകയാണ് ജനത്തിൻ്റെ. ഏതൊക്കെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പറന്നിറങ്ങി വന്നാലും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും തൊടാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ ഒരു സാധ്യതാ പഠനം നടക്കുന്നു. ഇപ്പോൾ തന്നെ മാസപ്പടി വിഷയത്തിൽ അന്വേഷണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ആരോപണം നേരിടുന്നു അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികളോട് പോലും ചോദിച്ചാൽ അറിയാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും. എന്നാൽ അവരിപ്പോൾ എവിടെയാണ്? അവരിപ്പോൾ വിദേശത്ത് ടൂറിലാണ്. ഏത് വിദേശത്താണെന്ന് പോലും എപ്പോഴും ന്യായീകരിച്ചു കൊണ്ടുവരുന്ന പാർട്ടിക്ക് പോലും ഇപ്പോൾ അറിയില്ല അവരെവിടെയാണ് എന്നുള്ളത്. ഇവിടെ മാധ്യമങ്ങൾ എത്ര വേണേലും ആഘോഷിച്ചോളൂ, ഞങ്ങൾ കുടുംബമായി പുറത്ത് ആഘോഷിക്കട്ടെ എന്നാണ് ഈ മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് പറയേണ്ടി വരും. കാരണം ഏതായാലും ഇനിയും എത്രയോ ലക്ഷങ്ങളാണ് ഖജനാവിൽ നിന്ന് പിടിക്കാൻ കിടക്കുന്നത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് വേവലാതി ഉണ്ടാകുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസിൽ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഖജനാവിൽ നിന്നും ചിലവാക്കിയത് എന്ന് പറയപ്പെടുന്നത് ലക്ഷങ്ങളാണ്. 1 കോടിയോളം രൂപയിലേക്ക് വരികയാണ്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIയുടെ അന്വേഷണം, ആ അന്വേഷണത്തിനെതിരെ ഏകദേശം 3 തവണ കോടതിയിൽ ഹാജരായതിനാണ് KSDC നൽകിയ വക്കീൽ ഫീസ് എന്ന് പറയപ്പെടുന്നത് 82.5 ലക്ഷം രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചിരിക്കുന്നത്. കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണ നിഷേധിച്ച ഒരു വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞതാണ്. അപ്പീൽ അപേക്ഷയിൽ KSDC പുറത്തുവിട്ട കാര്യങ്ങളാണ്. മുതിർന്ന സുപ്രീം കോടതിയുടെ അഭിഭാഷകനായിട്ടുള്ള CS വൈദ്യനാഥനാണ് കേസിൽ അന്ന് KSDCക്ക് വേണ്ടിയിട്ട് ഹാജരായത്. കേസിൽ ഈ KSDCക്ക് അനുകൂലമായിട്ടുള്ള കോടതി ഉത്തരവുണ്ടായില്ല എന്നുള്ളതാണ്. ഒരു സിറ്റിങ്ങിന് ഏകദേശം 25 ലക്ഷം രൂപ വീതമാണ് വൈദ്യനാഥൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ തുക ചിലവാക്കി അത് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ KSIDC തലപ്പത്ത് ഉദ്യോഗസ്ഥ തലത്തിലുമൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള ഭിന്നതകളുണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കിയിട്ടും സ്റ്റേ ലഭിക്കാതിരുന്നതാണ് ഇതിന് വിമർശന വിധേയമായി തീരുന്നത്. തിരുവനന്തപുരത്തെ ഈ KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു വെള്ളയമ്പലത്തെ ഓഫീസിൽ. ഇതിന് പിന്നാലെയാണ് കോടതിയെ തിരക്കിട്ട് സമീപിച്ചത്. നിരവധി സ്ഥാപനങ്ങളിൽ KSIDCക്ക് ഓഹരി നിക്ഷേപമുണ്ട് എന്നുള്ള രേഖകളടക്കം, ആ രേഖകളൊക്കെ കൃത്യമാണ് എന്നും 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിൽ KSIDC ഇത്രയും തുക കോടതി ചിലവനായി നൽകേണ്ടിയിരുന്നില്ല എന്നുമാണ് ഉദ്യോഗസ്ഥരടക്കം പരസ്പരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിൽ നിന്നും മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ പ്രത്യേക താല്പര്യം തെളിയുന്നതായിട്ടാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. SFIO അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടായിരുന്നു KSDC. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വിവാദമായതിനാൽ സർക്കാർ ഇടപെട്ടാണ് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനായിട്ട് തിടുക്കത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തുന്നത്. എന്നാൽ സ്റ്റേ ആവശ്യം അംഗീകരിക്കാത്ത കോടതി എന്ന് പറയപ്പെടുന്നത് KSIDCക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം എന്ന് പറയപ്പെടുന്നത് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനമാണ് ഈ KSIDC. ആ KSIDCക്ക് ഇത് നാണക്കേടാണ് എന്നാണ് സ്ഥാപനത്തിലെ തന്നെ സംസാരമെന്ന് പറയപ്പെടുന്നത്. രേഖകൾ ആവശ്യപ്പെട്ട് SFIയുടെ മെയിൽ ലഭിച്ച ഉടൻ തന്നെ KSIDC ഉദ്യോഗസ്ഥർ വ്യവസായ മന്ത്രിയുടെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെയൊക്കെ ഓഫീസിന് വിവരമറിയിക്കുകയാണ്. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്. അപ്പോൾ KSIDC വിവിധ കമ്പനികൾക്ക് ലോൺ നൽകുന്നൊരു സ്ഥാപനം കൂടിയാണ്. കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഓഹരി നിക്ഷേപത്തിലൂടെ വലിയ വരുമാനം ഉണ്ടാകുന്നുണ്ട്. 90കളിലാണ് ഈ CMRLൽ KSIDC നിക്ഷേപം നടത്തിയത്. CMRL ഡയറക്ടർ ബോർഡിൽ KSFDCയുടെ പ്രതിനിധി വരെയുണ്ട്. നിക്ഷേപമുള്ള മറ്റു നിരവധി കമ്പനികളും KSIDCക്ക് ഡയറക്ടർമാരായിട്ടുണ്ട്. ലോണ് നിക്ഷേപരേഖകൾ കൃത്യമാണ് എന്ന് ധൃതി പിടിച്ച് സുപ്രീം കോടതി അഭിഭാഷകനെ നിയോഗിച്ച് സ്ഥാപനത്തിൻ്റെ സൽപ്പേര് കളയേണ്ടതില്ല എന്നുമാണ് അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനമെന്ന് പറയുന്നത്. 2 കമ്പനികൾ തമ്മിലുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തു വന്ന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണമെന്ന് പറയപ്പെടുന്നത്. അതേസമയം വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെയാണ് ഉന്നത രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ CPM രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ
വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ല എന്നുള്ളതും ദുരൂഹമായിട്ടുള്ള ഇടപാടാണ് നടന്നത് എന്നത് സംശയം പ്രകടിപ്പിച്ചിട്ട് ROC റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ CPM അതിൽ ചാടിപ്പിടിച്ചില്ല. വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളാം എന്ന വിശദീകരണത്തിൽ നേതാക്കൾ ഒതുങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് SFIO അന്വേഷണം വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDC ആണ്. അത് ഈ സർക്കാർ നിർദ്ദേശം അനുസരിച്ചിട്ട് സിറ്റിങ്ങിന് 25 ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ അപ്പോൾ ഇറക്കുകയായിരുന്നു. പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല. SFIOയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് എന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും ആരോപണത്തിൻ്റെ ദിശ CPM മാറ്റിയത് ഈ ഘട്ടത്തിലാണ്. കർണാടക ഹൈക്കോടതിയും SFIOയ്ക്ക് പച്ചക്കടി കാട്ടിയതോടുകൂടിയാണ് ഇനിയുള്ള ഘട്ടമെന്ന് പറയപ്പെടുന്ന നിർണായകമാണ്. ഇവിടെ ഈ മാസം വിരമിക്കുന്ന 16,000-ലേറെ ജീവനക്കാരുടെ പെൻഷൻ, ആ പെൻഷൻ ആനുകൂല്യം തവണകളായി നൽകുവാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുക ട്രഷറിയിലേക്ക് മാറ്റി ആകർഷകമായിട്ടുള്ള പലിശ നൽകാമെന്നുമൊക്കെ അത്യാവശ്യക്കാർക്ക് മാത്രം അവർക്ക് തവണകളായിട്ട് വിതരണം ചെയ്യാമെന്നും പെൻഷനെക്കുറിച്ച് കണക്ക് കൂട്ടുകയാണ് ഇവിടെ സർക്കാർ. ട്രഷറി ഇടപാടുകൾക്ക് നിയന്ത്രണം നിലവിൽ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഇനി വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി 22-ാം തീയതി എത്തുന്നതോടെ തീരുമാനമുണ്ടാകും. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണ് മറ്റൊരു പോംവഴി എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ യുവജനങ്ങളുടെ എതിർപ്പ് മൂലം ഇത് നടക്കുവാനുള്ള സാധ്യത ഉണ്ടോ എന്നറിയില്ല. പെൻഷൻ പ്രായം കൂട്ടിയാൽ വൻ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത തൽക്കാലം ഒഴിവാക്കാനാകുമെങ്കിലും വിരമിക്കൽ ആനുകൂല്യം മരവിപ്പിച്ച് നിർത്തിയാൽ നിയമപ്രശ്നങ്ങൾക്കിടയാക്കുമെന്നുള്ളത് അതുകൊണ്ട് തവണകളായി കൊടുക്കുവാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജീവനക്കാർക്ക് ക്ഷാമബദ്ധ കുടിശ്ശികയായി നൽകുവാനുള്ള 22,500 കോടിയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയായിട്ടുള്ള 15,000 കോടിയും സാമ്പത്തിക പ്രതിസന്ധി മൂലം മരവിപ്പിച്ചിരിക്കുകയാണ്. ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലാണെങ്കിൽ ഇതിനിടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാര്യങ്ങളൊന്നും തന്നെ ഫണ്ടില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇങ്ങനെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോഴാണ് വീണ മോളെ രക്ഷിക്കുവാൻ മുകളിൽ നിന്നുള്ള വലിയ ഉത്തരവുകൾ ഉണ്ടാകുന്നത്. 16,000-ഓളം വരുന്ന സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റുമ്പോൾ അവർക്ക് കൃത്യമായി ലഭിക്കേണ്ട തുക കൊടുക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന സർക്കാർ, ആ സർക്കാരിന് 10 പൈസ ട്രഷറിയിലില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ സിറ്റിങ്ങിന് കൊടുത്തുകൊണ്ട് അഭിഭാഷകരെ കൊണ്ടുവന്ന് ഈ വീണ മോളെ രക്ഷിക്കുവാനുള്ള ശ്രമം പാർട്ടിയും സർക്കാരും നടത്തുന്നത് എന്നുള്ളത് വിചിത്രമാണ്.